കടത്തിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇത്തരത്തിൽ ഇനി നാളെ എന്ത് എന്ന് പോലും അറിയാതെ മുന്നോട്ടു പോകുന്ന സംസ്ഥാനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിന് വരുത്തി വയ്ക്കുന്നത്. അനിൽ അംബാനിയുടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന്റെ KFC 60.80 കോടി നിക്ഷേപിച്ചതിന് പിന്നിൽ കമ്മീഷൻ ലക്ഷ്യമിട്ടുള്ള അഴിമതി. ഇതിലൂടെ കേരളത്തിന് നഷ്ടപ്പെട്ടത് 101 കോടി രൂപ. ഭരണത്തിന്റെ മറവിൽ നടന്ന ഗുരുതര അഴിമതി സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അനിൽ അംബാനിയുടെ RFL അഥവാ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കോടികൾ നിക്ഷേപിച്ച് 100 കോടിയുടെ നഷ്ടം വരുത്തിവെച്ചതിൽ നിയമസഭയിൽ മറുപടി പറയാതെ ധനമന്ത്രി KN ബാലഗോപാൽ. ഇതേക്കുറിച്ച് UDF MLA മാരായ PC വിഷ്ണുനാഥ്, TJ വിനോദ്, M വിൻസെന്റ്, K ബാബു, KK രമ, IC ബാലകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് KN ബാലഗോപാൽ മറുപടി നൽകാത്തത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഈ സ്ഥാപനം അനിൽ അംബാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? ഇതിലൂടെ എത്ര തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശദമാക്കാമോ? എത്ര തുക തിരികെ ലഭിച്ചുവെന്ന് വ്യക്തമാക്കാമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ഇതിന് മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ചെയ്തത്. 2024 ജൂലൈ 1 ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ 6 മാസമായിട്ടും മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ അഴിമതിയുടെ കഥയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആക്ട് 1951 അനുസരിച്ച് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് വായ്പ നൽകുന്നതിന് വേണ്ടിയാണ് KFC രൂപീകരിച്ചത്. സംസ്ഥാനത്തെ MSME അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച സ്ഥാപനം 26/4/2018 അനിൽ അംബാനിയുടെ RCFL എന്ന സ്ഥാപനത്തിലാണ് 60.80 കോടി രൂപ നിക്ഷേപിച്ചത്. 19/4/2018 നടന്ന KFCയുടെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പണം നിക്ഷേപിച്ചത്. അനിൽ അംബാനിയുടെ കമ്പനികളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് എന്ന് ഓർക്കണം. 2015 മുതൽ 2018 വരെ അനിൽ അംബാനിയുടെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. രാജ്യത്തെ എല്ലാ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് KFC നിക്ഷേപം നടത്തിയത്. നിക്ഷേപത്തിന് പിന്നാലെ 2018-19 KFC വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. 2019-20 വാർഷിക റിപ്പോർട്ടിലും കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. 2020-21 റിപ്പോർട്ടിലാണ് RCFL എന്ന പേര് വരുന്നത്. പക്ഷേ 2019 RCFL ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേഷന്റെ ഭാഗമായി 7,09,00,000 രൂപ കിട്ടിയെന്നും 2020-21 വാർഷിക റിപ്പോർട്ടിലുണ്ട്. 60.80 കോടി നിക്ഷേപത്തിന് പലിശ ഉൾപ്പെടെ 109 കോടി രൂപ കിട്ടേണ്ട സ്ഥാനത്താണ് 7,09,00,000 കിട്ടിയെന്ന് പറയുന്നത്. ഇതിലൂടെ 101 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട പണം മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ നിക്ഷേപിച്ചതിലൂടെ ഗുരുതരമായ കുറ്റവും അഴിമതിയാണ് നടന്നത്. വൻതുക കമ്മീഷനായി വാങ്ങിയാണ് ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയത്. ഈ കമ്പനി തകർന്നു നിൽക്കുമ്പോൾ നടത്തിയ നിക്ഷേപം അറിയാതെ പറ്റിയ അബദ്ധമല്ല. 2023-24 വാർഷിക റിപ്പോർട്ടുകളിലും ഈ നിക്ഷേപങ്ങളെ കുറിച്ച് അവ്യക്തമാണ് പറയുന്നത്. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയിൽ നിക്ഷേപിച്ച പണത്തിൽ അവകാശവാദമുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഗ്യാരണ്ടി വാങ്ങി ഉയർന്ന പലിശ നിരക്കിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുകയും അടച്ചില്ലെങ്കിൽ സ്ഥാപനം ജപ്തി ചെയ്യുകയും ചെയ്യുന്ന KFC ആണ് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ RCFL പണം നിക്ഷേപിച്ചത്. ഇത് സംബന്ധിച്ച് 11ാം നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലും ധനവകുപ്പ് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല.